3 പ്രദേശത്തേക്കാണ് മലബാറികൾ കുടിയേറിയിട്ടുള്ളത്. ഒന്ന് നിലമ്പൂര്, നിലമ്പൂരിൽ ഏറ്റവും പ്രധാനപ്പെട്ട. അതേപോലെ തന്നെ രണ്ടാമത്തത് വയനാട്, കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി, കുറച്ചും കൂടി അങ്ങോട്ട് പോയാൽ മാനന്തവാടി. 2 ചുരം വഴി കയറി. ഈ ചുരം വഴിയും കയറിയും മറ്റേ ചുരം വഴിയും കയറി. മലബാറികൾ കയറിയത് ഒന്ന് ഇങ്ങനെയും കയറി, ഒന്ന് ഇങ്ങനെയും കയറി. അതായത് തൊട്ടിൽപ്പാലം ചുരം വഴി ഇങ്ങനെ മാനന്തവാടിക്ക് കയറി, ഇങ്ങനെ ഈ താമരശ്ശേരി ചുരം വഴി അങ്ങോട്ടും കയറി. വയനാട്ടിലുള്ള പല കുടുംബങ്ങളുടെയും അടിസ്ഥാനം കിടക്കുന്നത് എവിടെയാണ്? മലപ്പുറത്ത് മഞ്ചേരിയൊക്കെ കിടക്കുന്നത്, കൊണ്ടോട്ടി, മലപ്പുറം, മഞ്ചേരിയൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ കുടിയേറിയത് മലബാറികൾ കുടിയേറിയ മറ്റൊരു സ്ഥലം കൊടകാണ്. കൊടകിലേക്ക് കുടിയേറിയിട്ടുണ്ട്. എന്താ കാരണം? 921 ശേഷമാണ് ഈ കുടിയേറ്റമൊക്കെ വന്നത്. മനസ്സിലാവുണ്ട് പറഞ്ഞത്? പഠിച്ചു നോക്കി. ഈ കുടിയേറ്റത്തിന്റെ കാരണം എന്താ? മലബാറിലെ പട്ടിണി, ഒരു നേരത്തെ അന്നം കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നെ എന്താ? നായാട്ടിന് പറ്റുന്നത്. അതേപോലെ തന്നെ പിന്നെ കുറച്ച് ഉപ്പുണ്ടായാൽ മതി. ഒരു ഇറച്ചിട്ടിയ പിന്നെ ഒരു ലേശം ഉപ്പുണ്ടായാൽ മതി. ഉപ്പും മുളകും ഉണ്ടായാൽ നടക്കും. നല്ല മണ്ണാണെങ്കിൽ പൂള ഇഷ്ടം പോലെ ഉണ്ടാവും. നെല്ല് കുറവാണെങ്കിൽ പൂള ഉണ്ടാവും. അതിന് ഊട്ടേറ്റാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യാന്നറിയാം? കുറച്ച് കഞ്ഞിൻ്റെ ഒറ്റ ലേശം കഞ്ഞി ഉണ്ടാക്കിയിട്ട് എല്ലാവരും കൂടി എന്ത് ചെയ്യും? ഈ കപ്പയോ അല്ലെങ്കിൽ നായാട്ടിൽ കൊണ്ടുവന്ന ഇറച്ചിയോ കഴിച്ചിട്ട് അതിൻ്റെ മേലെ കുറച്ച് കഞ്ഞിയുടെ വെള്ളം ഒടിക്കും. റാഹത്തായി നല്ല ഭക്ഷണമാണ്. ഇത് സമതലങ്ങളിൽ താമസിച്ച ആളുകൾക്ക് കിട്ടിയില്ല. സമതലം എന്ന പ്രദേശം എന്ന് പറഞ്ഞാൽ നിലമ്പൂരിലെ ഇപ്പുറമൊക്കെ സമതല പ്രദേശങ്ങളാണ്. മമ്പാടും ഒക്കെ സമതലം. മമ്പാട്, പാണ്ടിക്കാട്, പെരിന്തൽമണ്ണ, മഞ്ചേരി, എന്താ പറയുക, പൂക്കോട്ടൂർ, മലപ്പുറം, തിരൂര് ഒക്കെ സമതല പ്രദേശങ്ങളാണ്. അവിടെ ഒന്നും ഒന്നുമില്ല. കാട്ടിലെ ഏരിയയിലേക്ക് കയറിയാൽ എന്തെങ്കിലും കിട്ടും. അതാണ് ഈ മൈഗ്രേഷൻ നടക്കാനുള്ള അടിസ്ഥാന കാരണം.